പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ വന്നപ്പം ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഗ്ലൂക്കോസ് കുത്തണമെന്ന് ആവശ്യപ്പെട്ടു. നഴ്സുമാർ തയ്യാറായി. അങ്ങനെ വന്നപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിറച്ചു രോമമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവർക്ക് തിരക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് കയ്യിലേക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ചു. അങ്ങനെ ഗ്ലൂക്കോസ് കുത്തുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഊരിയെടുക്കാനായിട്ട് ശ്രമിച്ചപ്പം ഭയങ്കര വേദനയാണ്. കാരണം എന്താ, രോമങ്ങളുണ്ട്, അതിലിങ്ങനെ ഈ പ്ലാസ്റ്റർ പിടിച്ചിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകളെടുത്ത് പതുക്കെ അതങ്ങ് ഊരിയെടുത്തു, വേദനയില്ലാത്ത രീതിയിൽ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെയൊക്കെ ചെറിയ വേദനയാണ്. എന്നാൽ ഈശോയുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. രക്തത്തിൽ ഒട്ടിപ്പിടിക്കപ്പെട്ട വസ്ത്രങ്ങൾ അത് ശത്രുക്കൾ ഉരിഞ്ഞെടുത്തപ്പം ഈശോ എത്രമാത്രമാണ് സഹിച്ചത്. നമ്മുടെയൊക്കെ പച്ചയായ ജീവിതങ്ങളിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചുറ്റുപാടും ഉണ്ടാകുന്നില്ലേ പ്രിയപ്പെട്ടവരെ? എത്രയോ കുഞ്ഞുമക്കളാണ് ചൈൽഡ് അബ്യൂസിലൂടെ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പോർണോഗ്രഫിയൊക്കെ കണ്ട് അതുപോലെ തന്നെ ചെയ്യുവാനായിട്ട് നിർബന്ധിക്കുന്നില്ലേ ചില ജീവിത പങ്കാളികളെയൊക്കെ? അവരുടെയൊക്കെ വേദന വളരെ ദുസ്സഹമല്ലേ? അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? പ്രിയപ്പെട്ടവരെ, രക്തത്തിൽ ഒട്ടിപ്പിടിക്കപ്പെട്ട വസ്ത്രങ്ങൾ വലിച്ചൂരിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയിലൂടെ, ആ വേദന നിർവചിക്കാനായിട്ട് പറ്റുന്ന വേദനയല്ല, ആരോടും പറയാനായിട്ട് പറ്റുന്ന വേദനയല്ല. അത്രമാത്രം വേദനയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ. ഈ നിമിഷം ഇതുപോലെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും കുടുംബത്തെയും നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവമേ, അങ്ങ് സഹിച്ച വേദന ഞങ്ങളത് മനസ്സിലാക്കുന്നു. അങ്ങയുടെ കുരിശിനോട് ആ വേദന ചേർത്ത് വയ്ക്കുക. കർത്താവേ, ഇതുപോലെയുള്ള വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് വലിയൊരു മോചനം അങ്ങ് കൊടുക്കണമേ, വലിയൊരു വിടുതൽ കൊടുക്കണമേ. അതുപോലെ വേദനിപ്പിക്കുന്ന ജീവിത പങ്കാളിയും അതുപോലുള്ള വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആമേൻ.